പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഞങ്ങളുടെ കഥയും പറയണം, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും വിഷമങ്ങളും. അതേ പ്രിയപ്പെട്ടവരെ, ഇതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ആരുടെ ജീവിതത്തിലും ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. 65 വയസ്സ് കഴിഞ്ഞ ഉപ്പമാരുടെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാണോ എന്നറിയില്ല. നിങ്ങളറിയാതെ അവർ നീറി ജീവിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ഇത് കഥയല്ല, ജീവിത കഥയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിത കഥ എന്തിന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു? അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് നമ്മൾ കരുതുന്നു. ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ മോശം അവസ്ഥയും നല്ല അവസ്ഥയും നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന നിലയിലാണ് ഈ കഥ നിങ്ങളുടെ മുന്നിലെത്താൻ പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റുകയുള്ളൂ. ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ നല്ല അവസ്ഥയും മോശം അവസ്ഥയുമാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ഈ ഒരു കഥ കേട്ടാൽ ഇന്ന് ഒരുപാട് ഉപ്പമാർ അനുഭവിക്കുന്ന വിഷമമായിരിക്കും, പ്രയാസമായിരിക്കും ഇത്. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അങ്ങ് വേറൊരു മാറ്റത്തിലേക്ക് പോവുകയാണ്. അവർ തളർന്നു നിൽക്കുന്ന സമയം, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയം. ആ ഒരു സമയത്താണ് നമ്മുടെ പരിഗണന വേണ്ടത്. നമ്മൾ അവരോടൊപ്പം മാനസികമായി അടുക്കേണ്ട ആ ഒരു സമയം. അവരുടെ നല്ല കാലത്തൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അവർ പറയുന്ന വാക്യങ്ങളായിരുന്നു നമുക്ക് ശരി. അവർ കാണിച്ചു തരുന്ന വഴികളായിരുന്നു നമുക്ക് ശരി. അവർ കൊണ്ടുതരുന്നതായിരുന്നു നമ്മൾ തിന്നിരുന്നത്. അവർ കൊണ്ടുതരുന്നതായിരുന്നു നമ്മൾ ധരിച്ചിരുന്നത്. അവർ തരുന്നതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ മാറി മറഞ്ഞത്? എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെ എല്ലാം അങ്ങ് മറന്നു പോകുന്നത്? ഇത് ഒരുപാട് ഉപ്പമാർ അനുഭവിക്കുന്ന വേദനയാണ്. ഇത് കേൾക്കുന്ന ഉപ്പമാർ മനസ്സിലാക്കുന്നുണ്ടാകും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ തുടക്കം എങ്ങനെയായിരുന്നു? വളരെ സുന്ദരമായിരുന്നു, നല്ല നിമിഷങ്ങളായിരുന്നു. അവരില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അതവർ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. അത് മനസ്സിലാക്കിയ അവർ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അവരുടെ ദേഹം പോലും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആട് പോലെ പണിയെടുത്തു. നിങ്ങളുടെ ജീവിതം ലക്ഷ്യം വെച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മക്കളൊക്കെയായി. മക്കൾക്കും ഉപ്പ അങ്ങനെ തന്നെയായിരുന്നു. ഉപ്പ ജീവനായിരുന്നു, ജീവിതമായിരുന്നു. ഉപ്പ പറയുന്നതായിരുന്നു ശരി. ഉപ്പ കൊണ്ടുതരുന്ന സാധനമായിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ അങ്ങോട്ടാണ് ജീവിതം വിധങ്ങളായി മാറുന്നത്. മക്കൾ വളരും തോറും ഉപ്പ ചെറുതായി വരികയാണ്. മക്കൾക്ക് ആരോഗ്യം കൂടുന്തോറും ഉപ്പയുടെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു വരികയാണ്. ഇനി അങ്ങോട്ടാണ് ആ കുടുംബത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഉപ്പക്ക് 65 വയസ്സായി. പിന്നെ ആ മനുഷ്യൻ ഒന്നിനും കൊള്ളാതാവുകയാണ്. ആ ഒരു കുടുംബത്തിൽ ചില വീടുകളിലൊക്കെ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും ആ ഒരു മനുഷ്യന് കൊടുക്കാറില്ല. എനിക്കിത് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഇത് വെറുതെ പറയുന്നതല്ല, ഒരു മനുഷ്യൻ നേരിട്ട് പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ കഥ കൂടി നിങ്ങൾ ആളുകളുടെ മുന്നിൽ എത്തിക്കണമെന്ന്. ഇത് അവർ ആവശ്യപ്പെട്ടതാണ്. ഒരുപാട് പിതാക്കന്മാർ ആഗ്രഹിച്ച വിഷയമാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണാറുണ്ടോ 65 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ഉപ്പമാർ, ഒരുപാട് അച്ഛന്മാർ പല ജ്വല്ലറികളുടെ മുന്നിലും സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലും മാളിൻ്റെ മുന്നിലും രാവും പകലും കാവൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കാണാറുണ്ടോ? ചില മാളുകളിലൊക്കെ ആ 65 വയസ്സുകാരൻ പാർക്കിംഗ് കൊടുക്കാൻ, നമ്മുടെയൊക്കെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടാക്കി തരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് നമ്മൾ കാണാറുണ്ടോ ആ വെയിലിൽ? അതാണ് മക്കളെ നമ്മുടെ ഉപ്പ. പാർക്കിംഗ് കിട്ടാതാകുമ്പോൾ നമ്മളൊക്കെ മെക്കെട്ട് കയറാറില്ലേ ആ പാവം മനുഷ്യനിലേക്ക്? അതാണ് നമ്മുടെ ഉപ്പ. ആ മനുഷ്യൻ അവിടെ ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ ജോലിയാണ്. എന്നാലും ചിലരൊക്കെ ആ മനുഷ്യൻ്റെ മെക്കെട്ട് കയറാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇറങ്ങി വരുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയോ?
നല്ല തടിത്തടിയന്മാരുള്ള ഒരു വലിയ വീട്ടിൽ നിന്നാണ് ആ മനുഷ്യൻ ഇറങ്ങി വരുന്നത്. നിങ്ങളെപ്പോലെ ആ മനുഷ്യൻ എന്തിനാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടിയാണ് ആ ഒരു സെക്യൂരിറ്റീൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുന്നത്. ആരും ചിന്തിക്കാറില്ല സെക്യൂരിറ്റിമാരുടെ ജീവിതം. 65 വയസ്സ് കഴിഞ്ഞ് അവരുടെ ശരീരത്തിന് വിശ്രമം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സമയം, നല്ല കാലങ്ങളിലൊക്കെ നല്ലോണം അധ്വാനിച്ച് നല്ല തടിയന്മാരെയും നല്ലൊരു വീടും ഉണ്ടാക്കി തന്നു. ആ മനുഷ്യന് അവിടെ സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങാനാവുന്നില്ല. എന്തുകൊണ്ട്? അവഹേളന, പരിഹാസം, വേർതിരിവ്, മാറ്റി നിർത്തൽ, അതും സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയും മക്കളും. നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. നല്ല സ്വാലിഹത്തായ പെണ്ണായിരിക്കും. പക്ഷേ എൻ്റെ സ്വാലിഹത്തായ പെണ്ണെ, നിനക്ക് ആഖിറത്തിൽ നന്നാവണമെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ, നിൻ്റെ പ്രിയതമൻ്റെ പൊരുത്തം നേടിയേ മതിയാകൂ. അത് നീ മനസ്സിലാക്കിക്കോളൂ. ഏറെ വേദനയോടെയാണ് ഈ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ഒരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. വളരെ സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിച്ച ഒരു കുടുംബമായിരുന്നു. ആ മനുഷ്യനിൽ, ആ കുടുംബത്തിൽ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. അവസാനം ഏറെ വേദനയോടെയായിരുന്നു മരണപ്പെട്ടത്. അതെനിക്ക് പറയാൻ പറ്റും. ആ മനുഷ്യൻ്റെ കഥ എന്നോട് പറഞ്ഞതാണ്. വലിയൊരു മാളിൻ്റെ കാവൽക്കാരനായിരുന്നു ആ മനുഷ്യൻ. ഓടി നടക്കുകയായിരുന്നു വാഹനങ്ങൾക്ക് പാർക്കിംഗ് കൊടുക്കുവാൻ. അതിനിടയിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മെക്കെട്ട് കയറുകയാണ്. ആ പാവം മനുഷ്യൻ്റെ ഒരുപാട് തെറികളും പറഞ്ഞു. ഇത് കണ്ടു നിൽക്കുകയായിരുന്നു ഞാൻ. നമ്മൾ ഇതുപോലുള്ള കഥകൾ പറയുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. തെറി കിട്ടിയ ആ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ, ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചു. മുസ്ലിമാണ്, ഇസ്ലാം മത വിശ്വാസിയായ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഇറങ്ങി വരുന്നത് നല്ല തടിയന്മാരുള്ള വലിയൊരു വീട്ടിൽ നിന്ന് തന്നെയാണ്. എന്നിട്ടും അയാൾ എങ്ങനെ ഈ ഒരു മാളിൻ്റെ കാവൽക്കാരനായി? കാവൽക്കാരനായതല്ല, ആക്കിയതാണ്. അവഹേളന വീട്ടിൽ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മക്കളൊക്കെ വളർന്നതോടുകൂടി ആ മനുഷ്യൻ അവിടെ അധികപ്പറ്റാവുകയാണ്. ഇനി ആവശ്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധം ആ പെണ്ണ് പെരുമാറുകയാണ്. അതിന് സപ്പോർട്ടായി മക്കളും. 3 മക്കളാണ്, ഒരു പെണ്ണും 2 ആൺകുട്ടികളും. അന്ന് എല്ലാമായ ആ ഉപ്പയെ ഇന്ന് ഒന്നുമില്ലാതാക്കി ഒരു മൂലയിലിരുത്തിക്കുന്ന അവസ്ഥ. വീട്ടിലെ ഒറ്റപ്പെടുത്തൽ, അവഹേളന, പരിഹാസം ഈ 65-ാം വയസ്സിൽ അനുഭവിക്കുകയാണ് ആ മനുഷ്യൻ. അങ്ങനെ അവഹേളനയും പരിഹാസവും സഹിക്കാൻ പറ്റാതെയാണ് ഈ 65-ാം വയസ്സിൽ ആ മനുഷ്യൻ സെക്യൂരിറ്റിയായി ജോലി ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, സമാധാനമില്ലാത്തതുകൊണ്ട്, നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോടൊപ്പം അവരെ നിർത്താൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കാരണമാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ സമാധാനമാണ് അവരും ചിന്തിക്കുന്നത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. നിങ്ങളൊക്കെ കാണുന്നുണ്ടാകും പടുവൃദ്ധന്മാർ സെക്യൂരിറ്റി ജോലി മാത്രമല്ല പല ജോലികളും ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ ജീവിത കഥകൾ ഒരുപാട് എന്നോട് പറഞ്ഞു. ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അവഹേളനായി അന്ന് പറഞ്ഞാൽ, മക്കൾ വലുതായപ്പോൾ സ്വന്തം ഭാര്യയുടേത് തന്നെ സ്വഭാവം മാറുകയാണ്. ആ മനുഷ്യന് ഏറെ വേദനിപ്പിച്ച വാക്കെന്താണെന്നറിയോ? ഈ പെണ്ണ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ പാവം മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറയണത്രേ, ആ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്തതുപോലുള്ളൊരു വാക്ക്. ഇത്രനാളും ജീവിച്ചതൊക്കെ മറന്നുപോയി. ആ ഒരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. ആ ഒരു മനുഷ്യൻ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തന്നെ പൊട്ടിപ്പോയി.
അപ്പോൾ ആ ഒരു മനുഷ്യൻ, ഇത് കേട്ട ആ ഒരു മനുഷ്യൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ഉമ്മയുടെ കഥകൾ പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷെ ആരും അറിയാതെ പോയ, ആരും പഠിക്കാതെ പോയ ഉപ്പമാരുണ്ട്. അവരിത് ആരുടെ മുന്നിലും കാണിക്കില്ല, അവതരിപ്പിക്കുകയുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ഇവിടെ കാണിച്ചാലും എല്ലാം കാണുന്നവരുണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ആഖിറം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. ആ പെണ്ണ് ആ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഞാനായതുകൊണ്ടാണ് നിങ്ങളെ ഇത്ര നാളും പൊറുപ്പിച്ചത് എന്ന്. അത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം കാണേണ്ടതായിരുന്നു. കണ്ണൊക്കെ ആകെ നിറഞ്ഞ്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ തോളിൽ കിടന്ന് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞേനെ. ഇത്രക്കാലം ജീവിച്ച സ്വന്തം ഭാര്യയാണ് ഇങ്ങനെ പറഞ്ഞത്. ആ മനുഷ്യൻ്റെ ഹൃദയം എത്രമാത്രം പൊട്ടിയിട്ടുണ്ടാകും. ഞാനായതുകൊണ്ടാണ് നിങ്ങളെ ഇത്രക്കാലം പൊറുപ്പിച്ചത് എന്ന്. വേറെ ആരെങ്കിലും ആണെങ്കിൽ മുമ്പേ ചവിട്ടി പുറത്താക്കിയനെ എന്ന്. എന്താ മുമ്പൊന്നും നിങ്ങളെ നോക്കിയിട്ടില്ലേ ഈ മനുഷ്യൻ? എങ്ങനെയാണ് ഈ 3 മക്കളുണ്ടായത്? മുമ്പൊന്നും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ നിങ്ങളുടെ ഭർത്താവ്? എങ്ങനെയാണ് ഈ തടിയന്മാരുണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ബംഗ്ലാവ് പോലുള്ള ഈ വീടുണ്ടായത്? ചിന്തിക്കണം, ആലോചിക്കണം. ആഖിറം നഷ്ടമായി പോകും. ഈമാനില്ലാത്ത വിഷയമാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇനി ഇങ്ങനെയുള്ള സംഭവം ഒരു കുടുംബത്തിലും സംഭവിക്കാൻ പാടില്ല. ആ മനുഷ്യൻ്റെ കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടിവരും. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ വയ്യാത്ത മനുഷ്യൻ്റെ ജോലി ചിലപ്പോൾ പകലായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും. ഒരു രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടാവുക? അത് തന്നെ, അറ്റാക്ക് മരണം. ആരും കണ്ടില്ല, ആരും നോക്കിയില്ല, കുടിവെള്ളം കൊടുക്കാനും ആളുണ്ടായിട്ടില്ല. ആരും ഇല്ലായിട്ടല്ല, നമ്മുടെ അടുത്ത് നിർത്തി പരിപാലിക്കേണ്ട സമയം നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. ഔപ്പേ, എത്ര ആളുകൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട്. ദിവസേന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. രാത്രി ഡ്യൂട്ടിക്ക് നിന്ന് ഈ ഒരു മനുഷ്യൻ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. വളരെ നിസാരം. ആ മനുഷ്യൻ്റെ കഥ ഇവിടെ അവസാനിച്ചു. സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിച്ച ആ ഒരു മനുഷ്യന് അവസാന ഘട്ടം നിങ്ങളോടുള്ള മതിപ്പ് എന്തായിരുന്നു നിങ്ങൾ ആ മനുഷ്യന് കൊടുത്തിരുന്നത്? പ്രിയപ്പെട്ടവരെ, എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പടച്ചറബ് ആ മനുഷ്യൻ്റെ ഖബറ് വിശാലമാക്കി സ്വർഗമാക്കി കൊടുക്കട്ടെ. ഒരുപാട് ഉപ്പമാർ അനുഭവിക്കുന്ന വേദനയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നോ, നിങ്ങൾ തുടങ്ങിയത് എങ്ങനെയായിരുന്നോ, അങ്ങനെ തന്നെ ആയിരിക്കണം അവസാനം വരെ. നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷത്തിലായിരുന്നു, നല്ല സ്നേഹത്തിലായിരുന്നു. ഇവിടെ തണലാണ് നിങ്ങളുടെ ജീവിതം. അങ്ങനെ തന്നെ ആയിരിക്കണം ജീവിത അവസാനം വരെ. പടച്ചറബ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമി. ആ പെൺപിള്ള ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മക്കൾ ഉപ്പയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഉമ്മ, നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ കാണിക്കുന്ന അവഹേളന, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വില മാത്രമേ നിങ്ങളുടെ മക്കൾക്ക് ആ ഉപ്പയോടുണ്ടാവുകയുള്ളൂ. ഒരു പുരുഷൻ്റെ വിജയം നിങ്ങളാണ്. ഒരു പുരുഷൻ്റെ വിജയം നിങ്ങളാണെങ്കിൽ ഒരു പുരുഷൻ്റെ പരാജയവും നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകൂ. നിങ്ങൾ തന്നെയാണ് എല്ലാം. എൻ്റെ പൊന്നുപോലത്തെ ഉമ്മമാർ ആരും വിഷമം തോന്നരുത്. ഉമ്മമാരുടെ കഥയും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.